കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളില്ല. കുട്ടികൾ ഉണ്ടാവാത്തത് ഒരു തെറ്റല്ല, എല്ലാവർക്കും അത് കിട്ടണം എന്നില്ല, ഒരാളുടെയും തെറ്റല്ല. ഞാൻ ഒത്തിരി ഡിപ്രഷനിലായിട്ടുണ്ട്. ഈ പെയിൻ ഒരാൾക്കും കൊടുക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയോ കൊല്ലം ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടും ആവാത്ത ആൾക്കാരെ എനിക്കറിയാം. ദൈവമേ, ഒരാൾക്കും ഈ ഒരു അവസ്ഥ കൊടുക്കരുത്, അത് അത്രയും പെയിൻഫുൾ ആണ്. അശ്വതി ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടാണോ, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായല്ലോ, അതെ 7 വർഷം. അപ്പൊ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടാണോ ഒരു കുട്ടിയെ കുറിച്ച് ചിന്തിക്കാത്തത്? കുട്ടി വേണ്ട അങ്ങനത്തെ കമന്റ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താ വേണ്ടാന്ന് തീരുമാനിച്ചതാണോ? അല്ലെങ്കിലും ഈ നടിമാരൊക്കെ അങ്ങനെയാണ്, അഭിനയത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവം എനിക്ക് പറയുമ്പോ തന്നെ ഒരു ടെൻഷനും പൂത്തുകയറലൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈ നടിമാരൊക്കെ ഇങ്ങനെ തന്നെയാ, അഭിനയത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളൊന്നും വേണ്ട എന്നുള്ളൊരു മൈൻഡ് ആണ് എന്നൊക്കെ ഉള്ള കമന്റ്സ് ഞാൻ കണ്ടു. അതെ അതെ, തീർച്ചയായിട്ടും ചേച്ചി. അത് എനിക്ക് പറയാനോണ്ട് ഒരു മടിയുമില്ല ചേച്ചി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളത് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നും ഇല്ല. അത് ഈ ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ ഉണ്ടാവുന്നതും കുട്ടികളില്ലാതിരിക്കുന്നതും അല്ലേ. അത് നമ്മൾ പ്രത്യേകിച്ച് ഹൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അങ്ങനത്തെ കമന്റ്സ് ഇടുന്നത് അപ്പം എന്നെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അങ്ങനത്തെ കമന്റ്സ് ഇടുന്നത്. കാര്യം ഇപ്പം പുറത്തുനിന്ന് ഒരാൾക്ക് എനിക്ക് കുട്ടിയുണ്ടോ, എത്ര കുട്ടികളുണ്ട്, അതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം അവരുടെ ഉള്ളിൽ ഉള്ള ചോദ്യം അവർ കമന്റ്സിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പം എനിക്കതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 years ആയി. എൻ്റെ ഈ ചോദ്യം എൻ്റെ പല റിലേറ്റീവ്സിൽ നിന്നും, അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സിൽ നിന്നും വരെ ഞാൻ നേരിട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ ചേച്ചി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്താണെന്ന്. നമുക്കിപ്പം നമ്മൾ ഒരു സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ, ഒരു ആർട്ടിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായിരുന്നാലും അവൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പേഴ്സണൽ കാര്യങ്ങളുണ്ട്. ഇപ്പം എല്ലാവരും ഈ സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞ് കുറേ പൈസയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വെച്ചിട്ട് അവരെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നൊന്നോ, അവർക്കായിട്ടുള്ള പല കാര്യങ്ങളും എല്ലാവർക്കും നടക്കുന്ന പോലെ തന്നെ നമുക്ക് നടക്കുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളില്ല. അതെനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എനിക്ക് കുട്ടികളുണ്ടാവാത്തത്. എനിക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട്. അത് ഒത്തിരി പേർക്കറിയാം. തൈറോയിഡ്, PCOD ഈ 2 കാര്യങ്ങളുള്ളവർക്ക് കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ഇഷ്യൂ ആണ്. അത് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സിനറിയാം. ഇത് ഫേസ് ചെയ്യുന്ന ഇത് നമ്മുടെ ജീവിതത്തിലൊരു ഫേസാണ്. ഈ പ്രഗ്നൻ്റ് ആവുക, കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ്, ഒരു കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഫേസാണ് ജീവിതത്തിൽ. അത് എന്ന് പറയുന്നത് ആ ഒരു സാധനം എല്ലാവർക്കും അത് കിട്ടണം എന്നില്ല. അത് നമുക്ക് അതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അങ്ങനെ അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. എനിക്കും എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് കാലമായിട്ട് മാത്രമാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാഞ്ഞത്. അത് പിന്നെ ഈ നമ്മുടെ ശരീരത്തിലേക്ക് ഒത്തിരി മരുന്നുകൾ, ഒത്തിരി മെഡിസിൻസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടേതായിട്ടുള്ള കുറേ അതിൻ്റേതായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് കുറേ ഉണ്ടാവും. നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് വീർത്ത് വരിക, അതാണ് ഇടയ്ക്ക് വണ്ണം വയ്ക്കുന്നതും ഇടയ്ക്ക് മെലിയുന്നതും. മെഡിസിൻ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും, എനിക്ക് 4 അബോർഷൻ കഴിഞ്ഞ ആളാണ് ഞാൻ. 4 അബോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കത് പറയുന്നതുകൊണ്ട് ഒരു നാണക്കേടും എനിക്ക് തോന്നുന്നില്ല. നമ്മളെ മനഃപൂർവ്വം അബോർഷൻ ആക്കണമല്ലോ. അല്ല, 4 അബോർഷൻ സാഹചര്യങ്ങൾ കൊണ്ട്, കുട്ടിക്ക് ഗ്രോത്ത് കുറവായിട്ടും ഹാർട്ട് ബീറ്റ് വരാത്തത് കൊണ്ടും 4 അബോർഷൻസ് സംഭവിച്ച ആളാണ്. അപ്പം ഞാൻ ഒത്തിരി ഡിപ്രഷനിലായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എൻ്റെ ഫാമിലി സപ്പോർട്ടീവായിട്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലിയൊക്കെ അത്രയും സപ്പോർട്ടീവായിട്ട് നിന്നിട്ടാണ് ഞാനിപ്പോഴും ഒരു പ്രശ്നമില്ലാതെ ഈ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊന്നും ഒരിക്കലും നമ്മൾ മനഃപൂർവ്വം അല്ലാണ്ട് കുട്ടികളുണ്ടാക്കാതെ ഇങ്ങനെ നടക്കുക അതൊന്നും അല്ല. ചിലരിപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചിലർ ചോദിക്കുക, എൻ്റെ കല്യാണം കഴിഞ്ഞ കുട്ടികൾ വേണോ, ഇത്ര നിർബന്ധമുണ്ടോ? അതൊരു നിർബന്ധം. അത് ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ ഇഷ്ടം തന്നെയാണ്. ഞാൻ ഒരിക്കലും കല്യാണം കഴിഞ്ഞ കുട്ടികൾ വേണം അല്ലെങ്കിൽ വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നമ്മുടെ ഒരാഗ്രഹമാണ്. ചിലപ്പോൾ വേണ്ടാത്തവരുണ്ടാവാം, അവരെയും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല ചേച്ചി. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ എന്ത് വസ്ത്രം ധരിക്കുന്നു എന്നുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. കുട്ടികൾ വേണോ വേണ്ടേ എന്നുള്ളത് അവരുടെ, അതായത് ആ കപ്പിൾസിൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്. ഞാൻ ഈ കുട്ടി ഉണ്ടാവാത്തതിനെ പറ്റിയിട്ട് ഈ അബോർഷൻ കഴിഞ്ഞ സമയത്തൊക്കെ, അവസാനത്തെ അബോർഷൻ്റെ സമയത്തൊക്കെ എൻ്റെ വീട്ടുകാർ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം അവരവസാനം പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മോളെ കിട്ടിയാൽ മതി. എൻ്റെ അച്ഛനും അമ്മയും പ്രാർത്ഥിച്ചത് എനിക്ക് എൻ്റെ മോളെ കിട്ടിയാൽ മതി,
കുഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം അത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് അവസാനത്തെ അബോർഷനൊക്കെ നടക്കുന്ന സമയത്ത്. സർജറി ആയിരുന്നോ അതോ? സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് സെഡേഷനൊന്നും തന്നിട്ടൊന്നും അല്ല ചെയ്തത്. അപ്പം ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, ദൈവമേ ഒരാൾക്കും ഈ ഒരു അവസ്ഥ കൊടുക്കരുത്. ഇത്രയും പെയിൻഫുള്ളായിട്ട് അത് നമുക്കിത് അബോർഷൻ ആയതിനു ശേഷം ഇവരത് ക്ലീൻ ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. കാരണം നമുക്ക് പ്രശ്നങ്ങളാണ്, ഇൻഫെക്ഷനാണ് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എനിക്ക് പച്ചക്കാണ് ക്ലീൻ ചെയ്തത്. അപ്പം ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, ചേച്ചി ദൈവമേ ഒരാൾക്കും ഈ പെയിൻ ഒരാൾക്കും കൊടുക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അതത്രയും പെയിൻഫുള്ളാണ്, അത് അനുഭവിച്ചവർക്കറിയാം, അത്രയും പെയിൻഫുള്ളാണ് ആ കാര്യം. ഇപ്പം നമ്മൾ ചിന്തിക്കും ഇതല്ലാതെ ഒരുപാട് പേര് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പക്ഷെ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കാം. ഈ പറയുന്നവർക്കും അത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവരത് നമ്മളോട് പറയുന്നത്, എന്തുകൊണ്ട് കുട്ടിയില്ല, അല്ലെങ്കിൽ നീ എന്താ കുട്ടി ഉണ്ടാക്കാത്തത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഉണ്ടായി വരുന്നൊരു സാധനമാണ്, അത് നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ അത് പിന്നെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ്സ് എത്രയോ കൊല്ലം ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടും ആവാത്ത ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ എനിക്ക് അവരുടെ പെയിൻ മനസ്സിലാവും എന്താണ്. പുറത്തുനിന്ന് ഒരാൾക്ക് അത് ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികൾ ഉണ്ടാവാത്തത് ഒരു തെറ്റല്ല, അത് ഒരാളുടെയും തെറ്റല്ല ചേച്ചി, അത് ഒരു എന്താ പറയുക ഒരു അവസ്ഥയാണത്. അപ്പം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ കുട്ടികൾ ഉണ്ടാക്കട്ടെ, അത് ഉണ്ടാവട്ടെ, കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ, അവർ വളരട്ടെ. പക്ഷേ ഈ പിന്നെ അല്ലാണ്ട് ഈ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരോട് എന്തുകൊണ്ട് നിനക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ചോദിക്കുന്നതിനോട് ഒരു അർത്ഥവുമില്ല. ഈ ഉണ്ടാവട്ടെ എന്ന് ചോദിച്ചിട്ട് ചേച്ചി ഒരു കുഞ്ഞുണ്ടായി വരുമ്പോഴത്തേക്കിനും ഉണ്ടാവുന്ന ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഇത് ഈ പുറത്തു നിന്ന് പറയുന്നവർക്ക് ഇവരാരും വന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. പലർക്കും പല സാഹചര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ ആവും, അവർക്ക് വളർത്താൻ അവർ ക്യാപ്പബിൾ ആണെന്ന് തോന്നുമ്പോൾ അത് ഉണ്ടാവട്ടെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ എനിക്ക് പാരൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ ബിഫോർ മാരേജ്, കല്യാണത്തിന് മുന്നേ തന്നെ പെൺകുട്ടികൾക്ക് ഇന്ന് ഒത്തിരി ഹോർമോണൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പീരീഡ്സ് ഇറഗുലറായിട്ട് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിഷ്യനോ കാണിച്ച് അതിനൊരു സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു കല്യാണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ അങ്ങ് പോകും. നമ്മളൊക്കെ ഒരു സമയത്ത് ഇതൊക്കെ ആവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പീരീഡ്സ് ടൈമിൽ നമുക്ക് ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ട്, മൂഡ് സ്വിങ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതായില്ലെങ്കിൽ ആവുന്നില്ലല്ലോ ദൈവമേ കുഴപ്പമില്ല, സമാധാനം, അത്രയും ദിവസം നമുക്ക് ഫ്രീ ആണെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോലും ഇത് പറയില്ല. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് പറയണം, വീട്ടുകാരോട് പറഞ്ഞ് അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നോ ഇഷ്യൂസ്, നോ വറീസ്, ഒന്നുമില്ല. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിൻ്റെ വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് എത്ര അബോർഷൻ കഴിഞ്ഞാലും കുട്ടികൾ ഉണ്ടാവും, അത് ആ ഒരു മനക്കരുത്ത് എനിക്ക് കിട്ടിയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്ളോഗറുണ്ട് അന്നമ്മ എന്നാണ് വിളിക്കുന്നത്. ഞാൻ അവരുടെ എല്ലാ വീഡിയോസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ അബോർഷൻസ്. അവർ 10 എണ്ണം കൊണ്ടോ അവർക്ക് അബോർഷൻ ആയതിനു ശേഷമാണ് ഒരു കുട്ടികൾ, പക്ഷെ അവർ തളർന്നില്ല. അതെനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു കാര്യമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കണം അത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഒരു വിഷയമല്ല, നമ്മുടെ ലൈഫിൽ ഇതൊന്നും അല്ല എന്ന് നമുക്ക് നമ്മുടെ ഒരു വിൽ പവറാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുതെന്ന് എനിക്ക് മനസ്സിലാക്കിയൊരു ഇൻസിഡൻ്റാണ് ഈ ചെയ്തത്.